जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीरवनचारी जय कुंज बिहारी हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्ण विष्णु भुजंग प्रयाग स्तोत्रത്തെ കുറിച്ച് हरे कृष्ण ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं भगवान् ददाति सपदान्तिनं देहं श्रीगुरुः श्रीभगवन्त श्रीगुरुन् वैष्णवांश्च श्रीरूपं सागरजातं रामायणं तं श्रीकृष्णं करुणासिन्धुं दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त कांचन गौरांगी राधे वृंदावन विश्वदेवी देवी हरि पांचकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि भक्तवृंद हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण സുധ മാതാജി ഉണ്ടല്ലോ ഹരേ കൃഷ്ണ മാതാജിക്ക് പ്രണാമം വിഷ്ണു ഭുജംഗ പ്രയാഗ സ്തോത്രത്തെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചത് ഹരേ കൃഷ്ണ അതായത് കേട്ട് കാണുമായിരിക്കും ഭുജംഗ പ്രയാഗ സ്തോത്രത്തെ കുറിച്ചൊക്കെ ഭുജംഗ പ്രയാഗ സ്തോത്രം എന്ന് പറയുന്നത് വിഷ്ണുവിന് മാത്രം ഭഗവാൻ മാത്രമായിട്ടുള്ളതല്ല പല ദേവന്മാർക്കും ഉണ്ട് മഹാദേവനുണ്ട് അങ്ങനെ എല്ലാ ദേവന്മാർക്കും ഈ ഭുജംഗ പ്രയാഗ സ്തോത്രം ഉണ്ട് ഭുജംഗ പ്രയാഗം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വൃത്തത്തിൽ രചിച്ചിരിക്കുന്നു എന്നുള്ളൂ ഭുജംഗ പ്രയാഗം എന്ന് പറയുന്നത് ഒരു വൃത്തമാണ് ആ ഒരു വൃത്തത്തിൽ അതായത് സർപ്പം എഴയുന്ന ഒരു താളത്തില് അങ്ങനെ ഉള്ള ഒരു സ്തോത്രമാണ് ഭുജംഗ പ്രയാഗ സ്തോത്രം അപ്പം ഈ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതുപോലെ മന്ത്രങ്ങൾക്ക് ഛന്ദസ് എന്ന് പറയുന്നത് പോലെ ഈ സ്തോത്രങ്ങൾക്ക് വൃത്തം വളരെ പ്രധാനമാണ് ഇത് എഴുതാൻ ഈ വിഷ്ണു ഭുജംഗ പ്രയാഗ സ്തോത്രം എഴുതാൻ ഇടയായ സാഹചര്യം ഒരു ചുരുക്കം എന്ന് പറയാം അതായത് ശങ്കരാചാര്യ ഭഗവത് പാദർ അദ്ദേഹം 7 വയസ്സോളം പ്രായമുള്ള സമയത്ത് വീട് വിട്ടു പോവുകയാണ് കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ ആ കുട്ടി ഒരു 9 വയസ്സായപ്പോഴത്തേക്കും മഹാസന്യാസിയായി തീർന്നു ഒരിക്കൽ ഗുരുനാഥൻ ചോദിക്കുന്നുണ്ട് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാം നശിച്ചാലും അവശേഷിക്കുന്ന ഒരു ശിവനാണ് ഞാൻ എന്ന് അദ്ദേഹം ഉത്തരം കൊടുക്കും അപ്പൊ അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ജന്മനാ തന്നെ അദ്ദേഹം ഒരു ജ്ഞാനിയായിരുന്നു നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റും അല്ലെ അപ്പൊ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം എല്ലാ കൃതികളും സ്മൃതികളും എല്ലാം അദ്ദേഹം എഴുതി തീർക്കുകയും 16 വയസ്സിന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പല ദേശങ്ങളിൽ സഞ്ചരിക്കാനും തുടങ്ങി അങ്ങനെ പല ദേശങ്ങളിലും സഞ്ചരിച്ച് കേരളത്തിലും എത്തി പല മഠങ്ങളും സർവജ്ഞപീഠം കയറുകയും തിരിച്ച് കൈലാസത്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു മഹാദേവന്റെ അവതാരം തന്നെയാണ് ശങ്കരാചാര്യർ എന്ന് പറയുന്നത് അവതാരം തന്നെയാണ് പറയലാണ് അങ്ങനെ സർവസംഘ പരിത്യാഗിയായ അദ്ദേഹം ഒരിക്കല് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്റെ ഏക ബന്ധു ഒരേ ഒരു ബന്ധു മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ അത് തന്റെ അമ്മയായ ആര്യാമ്പയാണ് ആര്യാമ്പ തന്നെ വിളിക്കുകയാണ് മോനെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു അപ്പോൾ ഞെട്ടി ഉണർന്ന അദ്ദേഹം
7 വയസ്സുള്ളപ്പോഴാണ് വീട് വിട്ടു പോകുന്ന ആ കുട്ടിയാണ്. അപ്പൊ അമ്മ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട്, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ മകനെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മകനെ ആ ലോക നന്മയ്ക്കായിട്ട് ഒരു ശങ്കരനാക്കി മാറ്റി. അമ്മയ്ക്ക് ശങ്കരൻ ഒരു വാക്ക് കൊടുത്തിരുന്നു, അമ്മ എപ്പോഴും എന്നെ കുറിച്ച് ആലോചിക്കുന്നു, അപ്പൊ എപ്പോഴും എന്നെ കാണണം എന്ന് വിചാരിക്കുന്നു, അപ്പോഴമ്മ പറഞ്ഞാൽ മതി, ആ നിമിഷം ഞാൻ അമ്മയുടെ അടുത്ത് എത്തിയിരിക്കും എന്നൊരു വാക്ക് കൊടുത്തിരുന്നു. പക്ഷെ അമ്മ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല മകനെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. അപ്പൊ 32 വയസ്സ് വരെയാണ് ശങ്കരാചാര്യർ ജീവിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ആചാര്യസ്വാമികളെ പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പം ഒരു നിമിഷം ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ യോഗസിദ്ധി അദ്ദേഹത്തിന് മനസ്സിലായി, അമ്മ എന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് അവിടെ ചെന്നേ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം ആ ഒരു നിമിഷം തന്റെ സിദ്ധി കൊണ്ട് അദ്ദേഹം അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം അങ്ങനെ ആ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ അദ്ദേഹം കാണുന്നത് കണ്ണിന്റെ കാഴ്ച മങ്ങി, പിന്നെ ആരും നോക്കാനില്ലാതെ അങ്ങനെ മരണശയ്യയിൽ കിടക്കുന്ന അമ്മയാണ്. ദേഹമെല്ലാം ചുട്ടിച്ചുളുങ്ങി അങ്ങനെ മരണശയ്യയിൽ കിടക്കുന്ന അമ്മയാണ് കാണുന്നത്. അച്ഛന്റെ ഇല്ലമായ കാപ്പിന്റെ ഇല്ലത്തിലാണ് അമ്മ താമസിക്കുന്നത്. അമ്മയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ തന്റെ ജീവൻ വെടിയാൻ പോകുന്നു എന്നുള്ളൊരവസ്ഥ എത്തിയപ്പോഴാണ് അമ്മ മകനെ വിളിക്കുന്നത്. അപ്പൊ ആ അമ്മയുടെ അടുത്ത് ചെന്ന് മകൻ എന്ത് ചെയ്യും, നമ്മള് വേറെ ഓരോ കാര്യങ്ങൾ പറയുകയല്ല, മകൻ അമ്മയ്ക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചൊല്ലിക്കൊടുക്കും, സ്തോത്രങ്ങൾ ചൊല്ലും. 3 സ്തോത്രങ്ങളാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ച് രചിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അമ്മയുടെ മങ്ങിയ ആ കണ്ണുകൊണ്ട് മകനെ നന്നായിട്ട് കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്ക് 7 വയസ്സുകാരുടെ ഓർമ്മയുള്ളൂ ആ അമ്മയ്ക്ക്. പക്ഷെ നോക്കുമ്പോഴത്തേക്ക് വലിയ തേജസ്വിയായ ഒരു മകൻ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. കാഷായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു മകന് തന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അമ്മ നോക്കിയിട്ട് തൊഴുകയോടുകൂടി മകനെ നോക്കും. അപ്പൊ അമ്മയെ തന്നെ തന്റെ അടുത്തോട്ട് ചേർത്തിരുത്തിയിട്ട് പിന്നെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അമ്മയുടെ മനസ്സ് എന്താണെന്ന് ആ മകന് മനസ്സിലാവും. മരണസമയത്ത് എത്ര വലിയ യോഗിയാണെങ്കിലും നമ്മൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് പിടയ്ക്കും. അപ്പൊ ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒന്നും നമുക്ക് എന്താണെന്ന് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ നേരത്ത് ഭഗവാനെ ആലോചിക്കാൻ സാധിച്ചാൽ, ഇപ്പൊ പ്രാണൻ വിടുന്ന നേരം, ആ സമയം എന്താണ് നമ്മുടെ ചിന്ത, അതാണ് ഉറപ്പിക്കാൻ നമുക്ക് ഭഗവാനെ നമ്മുടെ ആ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുമെങ്കിലും അതായിരിക്കും നമുക്ക് പിന്നീട് നമ്മുടെ ഒരു പ്രയാണത്തിനുള്ള ഒരു വഴി ഒരുക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അവിടെ വെച്ച് നമ്മുടെ മനസ്സ് സ്റ്റക്കാവും, അല്ലേ? പ്രാണൻ ആ വിടുന്ന സമയത്ത് നമ്മൾ ഭഗവാന്റെ ചിന്ത വേണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ശരീരം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുകയുള്ളൂ. ആ മനസ്സിൽ നിന്നും പ്രാണൻ പോയി, ആ ശരീരത്തിൽ നിന്നും പ്രാണൻ പോയി കഴിഞ്ഞാൽ ആ മനസ്സ് പെട്ടെന്ന് അവിടെ നിന്ന് സ്റ്റക്കായി പോകും. അപ്പൊ എന്താണ് നമ്മൾ അവസാനം ചിന്തിക്കുന്നത്, അതാണ് പിന്നെ നമ്മുടെ ആ ഒരു പ്രയാണത്തിന് നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ശരീരം വിട്ടു കഴിഞ്ഞാൽ മനസ്സ് പിന്നെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് വേണം ശരീരം വിടണം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലെ, നമ്മൾ ഈ പറയുന്നത് ശരിക്കും സാധാരണക്കാരുടെ കാര്യമാണ്. യോഗികളും താപസന്മാരും ഒന്നും കാര്യം ഇങ്ങനെയല്ല, അത് വേറെയാണ്. അങ്ങനെ മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടത്? ശരീരത്തിന് മരണസമയത്ത് ആ പ്രാണവേദന ഉണ്ടല്ലോ, അത് ആ പ്രാണവേദനയ്ക്കും അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താൻ പഠിക്കണം. അതിന് നമുക്ക് വേണ്ടുന്നതാണ് ശ്രദ്ധ വേണം, പിന്നെ ഉപാസന വേണം. അതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ സമയത്ത് നമുക്ക് ഭഗവാനെ ആലോചിക്കാനും ഭഗവാന്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ മുതൽ നമ്മുടെ മരണം വരെ നമ്മൾ ചെയ്യുന്ന ഈ ഉപാസന എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിടുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇടയ്ക്കുള്ള ഈ ഒരു സമയം. ഈ സമയത്ത് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം, പക്ഷെ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ട ശ്രദ്ധയും ഉപാസനയും ചെയ്യണം. എങ്കിൽ മാത്രമേ ആ പ്രാണവേദന എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനും അതീതമായിട്ട് ഭഗവാനെ വിളിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം അങ്ങനെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ആദ്യം ശങ്കരനെ പറഞ്ഞു കൊടുക്കുന്നത് ശിവഭുജംഗ പ്രയാഗ സ്തോത്രമാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചൊല്ലിക്കൊടുക്കുന്നത്.
പക്ഷെ അങ്ങനെ ശിവഭുജംഗ പ്രയാഗ സ്തോത്രം ചൊല്ലുന്ന സമയത്ത് ഭഗവാൻ മഹാദേവൻ ഇങ്ങനെ ഇരുന്നുള്ള വരാനുള്ള ഒരു സമയം അതിനു മുമ്പ് തന്നെ ശിവഭൂതഗണങ്ങള് ആ മുറിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് കണ്ടിട്ട് എന്താണ് അമ്മയ്ക്ക് ഭയങ്കരമായിട്ടൊരു പേടി തോന്നും. അയ്യോ, എന്റെ മോനെ ഞാൻ ഇങ്ങോട്ടാണോ പോകാൻ പോകുന്നത്, ഇവരുടെ കൂടെയാണോ പോകാൻ പോകുന്നത്? അങ്ങനെ ഭയങ്കര ബഹളവും ഒക്കെ ആയിട്ടാണല്ലോ ഭൂതഗണങ്ങൾ വരാറ് ഭഗവാൻ വരുന്നതെന്ന്. പക്ഷെ അവര് ഭയങ്കര സ്വാത്വികരാണ്. അവരുടെ പഞ്ചാക്ഷരിയാണ് അവരുടെ ആഹാരം. അങ്ങനെയുള്ള ഭൂതഗണങ്ങൾ വരുമ്പോൾ അമ്മ പക്ഷെ ആദ്യം പേടിച്ചു പോകും. അമ്മയ്ക്ക് അത്രയും മാനസികമായ ഒരു പക്വത ഇല്ലാത്തത് കൊണ്ടാവാം പേടിച്ചു പോകും. ഇത് കണ്ടിട്ട് ശങ്കരാചാര്യർ എന്ത് പറയും, മഹാദേവരോട് അഭ്യർത്ഥിക്കും, ഭഗവാനെ എന്റെ അമ്മയ്ക്ക് പേടിയാവുന്നു, ഭൂതഗണങ്ങളെ കണ്ടിട്ട് പേടിയാവുന്നു, ഒരു കാര്യം ചെയ്യുമോ, ഒന്ന് തിരിച്ചു പോകാൻ പറയുമോ എന്ന് പറയും. അങ്ങനെ ആ ഒരു സ്റ്റേജ് അങ്ങനെ അങ്ങ് കടന്നു പോകും. അപ്പൊ പിന്നീട് വിഷ്ണു ഭുജംഗ പ്രയാഗ സ്തോത്രം രചിക്കുന്നത്. ഇത് ചൊല്ലി അവസാനിക്കുന്നതും ഭഗവാന്റെ ദർശനം അമ്മയ്ക്ക് കിട്ടുന്നു. അങ്ങനെ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ചൊല്ലി തീരുന്നതോടെ. അപ്പൊ പ്രാണൻ പോകുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളെല്ലാം, എന്തൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ ഇന്ദ്രിയങ്ങളെല്ലാം കൂടെ നമ്മുടെ മനസ്സിനെ ഹൃദയത്തിലേക്ക് വന്ന് കേന്ദ്രീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ കേന്ദ്രീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ അതിനെ മറികടന്നിട്ട് ഭഗവാന്റെ നാമങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു പോയെങ്കിൽ നമുക്ക് ആ മനസ്സിൽ നമ്മൾ ഭഗവാനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ അതുകൊണ്ട് അങ്ങനെ കിടക്കുന്ന ഈ അമ്മയെ ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ഒരു ദിവ്യ ചക്ഷുസ്സും കൂടി ശങ്കരാചാര്യർ കൊടുക്കുന്നുണ്ട്. മാംസ കണ്ണുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഭഗവത്ഗീതയിലും അർജുനന് ഭഗവാൻ ദിവ്യ ചക്ഷുസ് കൊടുത്തിട്ടാണല്ലോ തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്നത്. അതുപോലെ ഇവിടെയും ഒരു ദിവ്യമായ ഒരു ചക്ഷുസ് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷമാണ് ഈ വിഷ്ണു ഭുജംഗ പ്രയാഗം തന്റെ ദേഹത്ത് തൊട്ടുകൊണ്ട് അമ്മയെ തടവിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അത് പല അക്ഷരക്കൂട്ടുകൾ ചേർത്ത് വിഷ്ണു ഭുജംഗ പ്രയാഗം എന്ന് പറയുന്ന വൃത്തം വളരെ വിശേഷപ്പെട്ടതാണ്. പല അക്ഷരക്കൂട്ടുകൾ ചേർത്തുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഘടനയ്ക്കനുസരിച്ച്, പ്രപഞ്ചത്തിന്റെ ഒരു താളത്തിനനുസരിച്ച് തന്നെ വേണം ഇത് ചൊല്ലാനെന്ന് പറയുന്നത്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറയുന്നത്. അതിന് ഈ ഛന്ദസ്സിന്റെ രഹസ്യം, ഈ വിഷ്ണു ഭുജംഗ പ്രയാഗം എന്ന ഈ ഛന്ദസ്സിന്റെ രഹസ്യം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് വിഷ്ണുവിൽ നിന്നും ആണ്. വിഷ്ണുവിൽ നിന്നും ആദ്യം കിട്ടുന്നത് ആദിശേഷനാണ്, അല്ലെങ്കിൽ സംഘർഷണം. ഇതിനൊരു കഥ ഉണ്ടെന്ന് വെച്ചാല്, ഗരുഡൻ ഒരിക്കലും ആദിശേഷനെ പിടിക്കാൻ ചെന്നു. ഗരുഡൻ പിടിക്കാൻ ചെന്നു, അതൊരു ഇതാണ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ പിടിക്കാൻ വന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദിശേഷനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന ആദിശേഷനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗരുഡൻ പോയി പിടിച്ചു വന്നത്. അപ്പൊ ശേഷൻ പറഞ്ഞു, എന്നെ കൊല്ലരുതേ, ഞാൻ നിനക്ക് ആർക്കും അറിയാത്ത ഒരു വിദ്യ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഗരുഡൻ എന്നാൽ മനസ്സാണ്, മനസ്സിനെ ആത്മാവ് പിടികൂടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഗരുഡനെ ഒന്ന് ആദിശേഷനെ പിടിക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഗരുഡൻ പറഞ്ഞു, ഓക്കെ ശരി, പറഞ്ഞു തന്നോളൂ, ഞാൻ കേട്ടോണ്ടിരിക്കാം, പക്ഷെ കേട്ട് കഴിയുന്നത് വരെ പിടിപെടത്തില്ല എന്ന് പറയും. അങ്ങനെ ആദിശേഷൻ ഗരുഡന് ഈ ഛന്ദസ്സിനെ കുറിച്ച്, ഭുജംഗ പ്രയാഗ സ്തോത്രം ഛന്ദസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഗരുഡൻ അത് കേട്ട് ആ ഛന്ദസ്സിന്റെ ആ രസത്തിൽ അങ്ങനെ ഇരിക്കും, മതി മറന്നു പോയിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ 4 പ്രാവശ്യം ഭുജംഗ പ്രയാഗം എന്ന് പറയാറുണ്ട്. പറഞ്ഞിട്ട് ഗരുഡൻ ആദിശേഷൻ രക്ഷപ്പെട്ടു പോകും. അപ്പം ഗരുഡൻ പറയും, അത് കൊള്ളാലോ, എന്നോട് പറഞ്ഞിട്ട് എന്നെ പോകാമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് പിന്നെന്താ എന്നെ വിട്ടിട്ട് പോയെന്ന് ചോദിക്കും. അങ്ങനെ അപ്പൊ പറയും, ഞാൻ പറഞ്ഞല്ലോ 4 പ്രാവശ്യം പറഞ്ഞു, 4 പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോവുകയാണെന്ന്. അപ്പൊ എന്നിട്ട് കേട്ടില്ല. അപ്പൊ അത്രയ്ക്കും പിന്നെ ഭംഗിയുള്ള ഒരു ഛന്ദസ്സാണ്. അതുപോലെ തന്നെ മരണത്തെ കീഴടക്കി അമരത്വം ലഭിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു സ്തോത്രമാണ് ഈ ഭുജംഗ പ്രയാഗ സ്തോത്രം. ആദിശേഷൻ ഗരുഡനിൽ നിന്ന് രക്ഷപ്പെട്ടതും ഈ ഭുജംഗ പ്രയാഗ സ്തോത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അപ്പം അത്
എനിക്ക് അറിയാവുന്നത് പോലെ അത്യാവശ്യം ചെറിയ രീതിയിൽ പറഞ്ഞു തരുന്നത്. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ആദ്യം ഒന്ന് ചൊല്ലാം. വിഷ്ണു ഭുജംഗ പ്രയാഗ സ്തോത്രം. ചിത്തം ആദ്യം രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവാൻ ആരാണെന്ന് കുറിച്ച് പറയുകയാണ്, അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 7 ശ്ലോകങ്ങളിലും ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മരണത്തെ കാണുമ്പോൾ എങ്ങനെയാണ് ഭഗവാനെ വിളിക്കേണ്ടത് എന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 3 ശ്ലോകം. ചിദം ശം വിഭും നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോംകാരഗമ്യം ഗുണാതീതം അവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദം തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിദേശകാലവ്യവച്ഛേദനീയം ഭക്തിയം വേദ തസ്മൈ നമസ്തേ. മഹായോഗപീഠേ പരിഭ്രാജമാനേ ധരണ്യാദിതത്വാത്മകേ ശക്തിയുക്തേ ഗുണാഹസ്തരേന്ദ്വഗ്നിബിംബേ ഭൂമധ്യേ സമാസീനമോ കർണികേഷ്ടാക്ഷരാബ്ജേ സമാനോദിതാനിതസൂര്യേന്ദുകോടിപ്രഭാപൂരതുല്യദ്യുതിം ദുർനിരീക്ഷം ന ശീതം ന ചോഷ്ണം സുവർണാവദാതം പ്രസന്നം സദാനന്ദ സംവേദ് സ്വരൂപം. ഭഗവാനെ വർണ്ണിക്കുകയാണ്. സുനാസാപുടം സുന്ദര ഭ്രൂലലാടം കിരീടോചിതാ കുഞ്ചിത സ്നിഗ്ധകേശം സ്ഫുരത്പുണ്ഡരീകാഭിരാമായതാക്ഷം സമുദ്ഗുല്ലരത്ന പ്രസൂനാവതംസം ലസത്കുണ്ഡലാമൃഷ്ട ഗണ്ഡസ്ഥലാന്തം ജപാരാഗചോരാധരം ചാരുഹാസം അളിവ്യാകുലാമോദിമന്താരമാലം മഹോരസ്ഫുരത് കൗസ്തുഭോദാരഹാരം സുരത്നാംഗദൈരന്വിതം ബാഹുദണ്ഡൈ ചതുർഭിശ്ചലത് കങ്കണാലം കൃതാഗ്രേ ഉദാരോദരാലം കൃതം പീതവസ്ത്രം പദദ്വന്ദ് നിർധൂത പദ്മാഭിരാമം സ്വഭക്തേഷു സന്ദർശിതാകാരമേവം സദാ ഭാവയൻ സന്നിരുദ്ധേന്ദ്രിയാശ്ച ദുരാപം നരോ യാതി സംസാരപാരം പരസ്മൈ പരേഭ്യോ തസ്മൈ നമസ്തേ. ശ്രിയാ ശാദുകുംഭദ്യുതിസ്നിഗ്ധകാന്ത്യ ധരണ്യാ ചതുർവാദളശ്യാമളാംഗ്യ കളത്രദ്വയേനാമുന്യ ഭൂഷിതായ ത്രിലോകീ ഗൃഹസ്ഥായ വിഷ്ണു നമസ്തേ. ഭഗവാനെ അങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പൊ ആദ്യം പറയുന്നത് ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. ചിദംശം വിഭും നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോകാരഗമ്യം. അതായത് മനസ്സ്, ചിത്തംശം, ചിത്തിന്റെ അംശം, അതായത് ആ ബോധം, ആ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവ്, ആ പരമമായ സത്യം, ആ ഭഗവാനിൽ നിന്നും ഒരംശം സ്വീകരിച്ചതുപോലെ അവതാരം എടുത്തു വരുന്ന അങ്ങയുടെ ആ മനസ്സിന്റെ അംശം, ആ ഭഗവാനിൽ നിന്ന് വരുന്ന
ഒരംശം. വിഭു എന്ന് പറയുമ്പോൾ നമ്മൾ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിർമ്മലം, അത്യന്തം പരിശുദ്ധമായിട്ടുള്ള ആ ഭഗവാൻ നിർവികൽപ്പം, അതായത് രണ്ടെന്ന് ബോധം ഇല്ലാത്തത്, ഏറ്റവും നല്ലത്, നിർമ്മലവുമായ നിരീഹം, ഒരു ആഗ്രഹവുമില്ലാത്ത നിഷ്ക്രിയനായിട്ടിരിക്കുന്ന ആ ഒരു ഭഗവാന്റെ വ്യാഖ്യാനമാണ് ഇവിടെ പറയുന്നത്. നിരാകാരം, അതായത് ഒരു പ്രത്യേകിച്ച് ഒരു ആകാരം, ഒരു ആകാരം, ഒരു ശരീരം, ഇല്ലാത്ത ആ മന്ത്രത്തിന്റെ നിരന്തരമായ സാധനയിലൂടെ മാത്രം നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ആ പരമപദവുമായിരിക്കുന്ന ഗുണാതീതം, എല്ലാ ഗുണങ്ങൾക്കും അതീതമായിട്ട്, സത്യം രജം തമോ ഗുണങ്ങൾക്കെല്ലാം അതീതമായിരിക്കുന്ന ആ ഭഗവാന്റെ കാര്യം, ആ ഭഗവാനെ കുറിച്ച് ഓർക്കണമെങ്കിൽ നമുക്കൊരു വ്യക്തത തന്നെ വേണം, അല്ലെ? ഭഗവാനെ കുറിച്ച് അറിയാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇത് തന്നെ നമ്മൾ നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം എന്ന് അസ്പഷ്ടമാണ്. ആ ഒരു വസ്തു എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമുക്ക് അല്ലെ, അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. ആ തത്വത്തെ നമുക്ക് അറിയില്ല. നമ്മളുടെ അറിവിനും എല്ലാം അതീതമായിട്ടുള്ള ഏത് വസ്തുവാണ്? തുരീയം, അതായത് നമുക്ക് 3 അവസ്ഥകളാണ് ഉള്ളത്: ജാഗ്രത്, സുഷുപ്തി, സ്വപ്നം. അങ്ങനെ ഈ 3 അവസ്ഥയ്ക്കും അതീതമായിട്ടുള്ള ഒരാൾക്ക്, അതായത് തുരീയാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഭഗവാൻ. അങ്ങനെ തുരീയാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് മാത്രം വ്യക്തമാകാൻ പറ്റുന്ന ഒരംശം സ്വീകരിച്ചിരിക്കുന്ന ആ ഭഗവാനെ, അതാണ് ഒന്നാമത്തെ. ഇതിൽ നിരീഹം, നിരാകാരമാണ്, ഓങ്കാരമാണ്, ഗുണങ്ങൾക്കെല്ലാം അതീതമാണ്, തുരീയമാണ്. തുരീയ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഭഗവാനെ, ആ പരം ഭഗവാനെ, പരബ്രഹ്മത്തെ, അങ്ങനെയുള്ള ആ ഭഗവാനെ, മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ആ അമ്മയെ തൊട്ടുകൊണ്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ എന്താണ്, ഭഗവാൻ ആരാണ് എന്നുള്ളത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിശുദ്ധം ശിവം ശാന്തമാദ്യന്ത ശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിഗ്ദേശകാലവ്യവച്ഛേദനീയം ഭക്തിയം വേദ തസ്മൈ നമസ്തേ. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ ഭഗവാനെ വിശുദ്ധം, അത്രയും ശുദ്ധമായിട്ടുള്ളത്, ഒരു കലർപ്പും ചേരാത്തത്, മംഗളകരമായിട്ടുള്ളതും ശാന്തവും വളരെ ശാന്ത അവസ്ഥയിൽ ഇരിക്കുന്നതും ആദിയും അന്തവും ഇല്ലാത്തതും ഈ രണ്ടും ഇല്ലാത്ത ഈ ജഗത്തിന്റെ ജീവൻ തന്നെ ആയിരിക്കുന്ന ഭഗവാൻ, ജീവന്റെ തുടിപ്പായിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ്. അത്രയും ജ്യോതിസ് ഉള്ള പ്രകാശരൂപമാണ് ഭഗവാനുള്ളത്. ആനന്ദ സ്വരൂപനാണ്. ദിക്ക് ദേശങ്ങൾ, ഏത് ദിക്കിനും ദേശത്തിനും ഒന്നും അളക്കാൻ കഴിയാത്തത്ര, അതിനും അപ്പുറത്തുള്ള ആ ഭഗവാനാണ് ഇവിടെ ആ ഭഗവാനായിക്കൊണ്ട് ത്രൈവക്തി, അതായത് 3 വേദങ്ങളെ എടുത്താലും വേദങ്ങളെ കൊണ്ട്, ആ വേദരഹസ്യങ്ങളെ കൊണ്ട്, അതായത് സഹസ്രേണ നിർഭാസ്യമാണ്. നിഗമം എന്നാൽ വേദം, അതായത് വേദവാക്യങ്ങളാൽ പല രീതിയിൽ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ള അങ്ങയെ വേദങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുള്ള അങ്ങയെ പരബ്രഹ്മം തന്നെയാണ്. ആ മഹാവിഷ്ണുവിനെ ആരറിയുന്നുവോ, ആർക്ക് അറിയാൻ സാധിക്കുന്നുവോ, അങ്ങനെയുള്ള ഒരു മഹാവിഷ്ണുവിനായിക്കൊണ്ട് തസ്മൈ നമസ്തേ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. വിശുദ്ധമാണ്, ശിവമാണ്, ശാന്തമാണ്, ശൂന്യമാണ്, ജഗത്തിന്റെ ജീവനാണ്, ജ്യോതിസാണ്, പിന്നെ ദേശത്തിനും കാലത്തിനും അപ്പുറത്തുള്ള ആളാണ്, ത്രൈവക്തി, 3 വേദങ്ങൾക്കും പറയാൻ പറ്റുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ തസ്മൈ നമസ്തേ, ഭഗവാനെ ഞാൻ നമിക്കുന്നു. പിന്നീട് ഇതാണ് ഭഗവാന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പറഞ്ഞു കൊടുക്കുന്ന 6 ശ്ലോകങ്ങൾ ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അമ്മയ്ക്ക് അറിയണമല്ലോ ഭഗവാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഭഗവാന് മഹായോഗ പീഠി, ഭഗവാൻ ഒരു രൂപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചം തന്നെയാണ്. മഹായോഗ പീഠി ആയിരിക്കുന്ന ആ വിരാട് സ്വരൂപനായിരിക്കുന്ന ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താൽ ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുന്ന ആ ഒരേ ഒരു സ്വരൂപം തന്നെയാണ്
പരിഭ്രാജമാനെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നതും ഒപ്പം നമ്മൾ ഈ പരിഭ്രാജമാനമായി വിളങ്ങിയിരിക്കുന്നത് ആ ഒരേ ഒരു ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനുള്ളത് എല്ലാ തത്വങ്ങളും അദ്ദേഹത്തിലാണ് ധരിച്ചിരിക്കുന്നത്. 25 തത്വങ്ങളും അദ്ദേഹത്തിൽ വിളങ്ങി ഒപ്പം കൂടെയുണ്ട്. അതുപോലെ ശക്തി, എല്ലാ ശക്തികളും ഭഗവാനുള്ള എല്ലാ ശക്തികളും എല്ലാം കൂടി ഭഗവാനിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ഗുണങ്ങളോടും ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് ഗുണങ്ങളും കൂടെ കൊണ്ടിട്ടാണ് വരുന്നത്. സ്വീകരിച്ച് എല്ലാ ഗുണങ്ങളോടും കൂടി നിൽക്കുന്ന ഭഗവാനാണ് ഇവിടെ ഉള്ളത്. അഹസ്കരണൻ എന്നാൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, അങ്ങനെ ഈ 3 ചൈതന്യങ്ങളും, സൂര്യനും ചന്ദ്രനും അഗ്നി, ഈ 3 ചൈതന്യങ്ങളും ആരിലാണോ ഒരുമിച്ച് നിൽക്കുന്നത്, ഏത് ബിംബത്തിലാണോ ആ പ്രകാശിക്കുന്നത്, അത് ആ ഭഗവാന്റെ ശരീരത്തിൽ തന്നെ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഭഗവാൻ ശയിക്കുന്നത് എവിടെയാണ്? അമ്പുമധ്യേ. അമ്പുമധ്യേ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കാരണജലത്തില് വസിക്കുന്ന ആ ഭഗവാൻ സമാസീനമുള്ള ഓം കർണിക. കർണിക എന്ന് പറയുമ്പോഴത്തേക്ക് താമരപ്പൂവ്, 8 ഇതളുകളുള്ള താമരപ്പൂവിൽ അദ്ദേഹം അവിടെ ഇരുന്ന് അരുളുന്നു എന്ന് പറയുന്നുണ്ട് ഭഗവാനായിട്ട്. അപ്പൊ 8 ഇതളുകൾ എന്ന് പറയുന്നത് ഓം നമോ നാരായണായ ആ 8 മന്ത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ മന്ത്രങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ആ കാരണ ജലത്തിൽ ശയിക്കുന്ന ഭഗവാനെ ഞാൻ പിന്നെ ഇവിടെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അർജുനന് വിശ്വരൂപ ദർശന സമയത്ത് പറഞ്ഞല്ലോ, ഭഗവാൻ ദിവ്യ ചക്ഷുസ് കൊടുത്തതുപോലെ ഭഗവാനെ നമുക്ക് സാധാരണ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. സമാനോദീതം, അനേകായിരം സൂര്യേന്ദു കോടി ഇങ്ങനെ ജ്വലിച്ചു വരുന്ന പ്രഭയാണ് ഭഗവാനുള്ളത്. അത് നമുക്ക് സാധാരണ കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല. അത്രയും അതുപോലെ തന്നെ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടൊരു ദിവ്യ ചക്ഷുസ് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. ദുർനിരീക്ഷ്യം ന ശീതം ന ചോഷ്ണം സുവർണാവജാതം പ്രസന്നം സദാനന്ദ സംവിത് സ്വരൂപം. അപ്പം സമാന ഉദിതം, ഒന്നിച്ച് അനേകായിരം സൂര്യന്മാരും കോടി ചന്ദ്രന്മാരും ഒരുമിച്ച് ഉദിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അത്രയും പ്രഭാപുരമാണ് ഭഗവാനെ നമുക്ക് നേരിൽ കാണാൻ സാധിച്ചാൽ. അതിന് തുല്യമായ ദ്യുതി അല്ലെങ്കിൽ പ്രകാശം കൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന് ദുർനിരീക്ഷ്യം എന്നാൽ കാണാൻ സാധ്യമല്ല. കണ്ണ് അടഞ്ഞു പോകും, കണ്ണ് പിന്നീട് ഒന്നും കാണാൻ പറ്റില്ല, ഇത്രയും പ്രകാശമാണ്. അപ്പൊ ഭഗവാനെ കാണാൻ അതേസമയം അങ്ങനെ കാണാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് ചന്ദ്രന്മാർ ഒരുമിച്ച് കൂടിയാൽ എന്ത് പറ്റും? നല്ല തണുപ്പായിരിക്കും. ഭഗവാന് പക്ഷെ ശീതം തണുപ്പോ ചൂടോ ഒന്നുമില്ല. നമുക്ക് നല്ല ശീതോഷ്ണമല്ല, എല്ലാം ഒരു തുല്യമായ രീതിയിലാണ്. ഒരു കുളിർമ, ഒരു തണുപ്പ്, അങ്ങനെ ഭഗവാനെ കാണുമ്പോൾ അങ്ങനെ ചന്ദ്രനെ കാണുന്ന ആ ഒരു രീതി ആണ് ഇവിടെ പറയുന്നത്. സുവർണാവജാതം, അതായത് സ്വർണത്തിന് തുല്യമായ അല്ലെങ്കിൽ നിർമ്മലമായ പ്രകാശമാണ്, സ്വർണരശ്മികളാണ് ഭഗവാനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ പ്രസന്നനാണ്, സദാ പ്രസന്നനാണ് ഭഗവാൻ. ആനന്ദ സ്വരൂപനാണ്, സംവിത്സനായിരിക്കുന്ന സ്വരൂപമാണ്. അറിവിന്റെ സ്വരൂപമാണ് ഭഗവാൻ. ആ അറിവാണ് ആനന്ദമായി തീരുന്നത്. അങ്ങനെയുള്ള തസ്മൈ ഭഗവാനെ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണ് 4-മത്തതിൽ പറയുന്നത്. പിന്നെ 5-മത്തതിൽ ഭഗവാനെ വർണ്ണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സുനാസാപുടം സുന്ദര ഭ്രൂലലാടം കിരീടോചിതാ കുഞ്ചിത സ്നിഗ്ധകേശം സ്ഫുരകുണ്ടലികാഭിരാമായതാക്ഷം സമുദ്ദുല്ലരത്ന പ്രസൂനാവതംസം. അപ്പം സുനാസാപുടം, മനോഹരമായ മൂക്ക്, സുന്ദരമായ ആ പുരികങ്ങളുടെ ചലനം, അതിന്റെ ഓരോ ചലനങ്ങളും കാണാൻ ഭയങ്കര നല്ല രസമാണ്. ലലാടം, നെറ്റിത്തടം, ഭഗവാന്റെ നെറ്റിത്തടം, മനോഹരമായ ആ നെറ്റിത്തടത്തിലെ മുകളിലായിട്ട് ആ കിരീടം, കുഞ്ചിത സ്നിഗ്ധകേശം, ഭഗവാന്റെ കിരീടം, സൂര്യസ്പർദ്ധ കിരീടം അങ്ങനെ വിലസുന്നുണ്ട്. അതിന്റെ ആ കിരീടത്തിന്റെ ഇടയിലൂടെ എന്തുണ്ട്? ആ ചെറിയ ആ ഭഗവാന്റെ ആ മുടികൾ ഇങ്ങനെ, ചുരുണ്ട മുടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പുറത്തുകൂടി നമുക്ക് കാണാൻ പറ്റും ആ അളകങ്ങൾ അങ്ങനെ കിടക്കുന്നത്. അങ്ങനെ നെറ്റിത്തടത്തിലേക്ക് വീണ് കിടക്കുന്നുണ്ട്.
അങ്ങനെ മിനുമിനുത്ത കേശമാണ് ഭഗവാനുള്ളത്. അങ്ങനെ സ്ഫുരത് പുണ്ടരീകാശം, അങ്ങനെ പ്രകാശിക്കുന്ന പുണ്ടരീകം എന്ന് പറയുന്നത് പ്രകാശിക്കുന്ന നല്ല വെളുത്ത താമര, അതിന് തുല്യമായ അഭിരാമമായിട്ട് കൊണ്ട് അത്രയും വിശാലമായിട്ടുള്ള അക്ഷം. പ്രസൂനാവതംസം, അതുപോലെ ഭഗവാന്റെ മുടിയിൽ ചൂടിയിരിക്കുന്ന ആ പൂവിന്റെ, ആ ചുവന്ന പൂവിന്റെ തിളക്കം അത് വന്ന് ഭഗവാന്റെ മുഖത്ത് വന്ന് തട്ടിയിട്ട് ഭഗവാന്റെ മുഖം അങ്ങനെ നല്ല ശോഭയിൽ അങ്ങനെ പ്രകാശിക്കുകയാണ്. പിന്നെ ലസത്ത്, അങ്ങനെ പ്രകാശം, ലസത്ത് എന്ന് പറയുമ്പോൾ പ്രകാശം, അങ്ങനെ ഭഗവാൻ ധരിച്ചിരിക്കുന്ന ആ കുണ്ഡലങ്ങൾ, മകര കുണ്ഡലങ്ങളുടെ ആ പ്രകാശം വന്നിട്ട് ഭഗവാന്റെ മുഖത്തിങ്ങനെ തട്ടുന്നുണ്ട്. അതോ ഇനി ഭഗവാന്റെ മുഖത്തു നിന്നുള്ള പ്രകാശമാണോ കുണ്ഡലത്തിലേക്ക് വന്ന് തട്ടുന്നതെന്നും അറിയാൻ വയ്യ. അങ്ങനെയായിരിക്കും ചിലപ്പം ആ കുണ്ഡലങ്ങൾ തിളങ്ങുന്നത്, അല്ലേ? അതുപോലെ തന്നെ അധരം, ഭഗവാന്റെ ജപാരാഗചോരം, ജപാരാഗം എന്ന് പറയുന്ന ഒരു കുസുമം, അതായത് ചെമ്പരത്തിപ്പൂവിന്റെ ആ നിറത്തിലുള്ള ഭഗവാന്റെ അധരങ്ങള്, അത്രയും ചുവന്ന തൊടുത്ത അധരം, അതിന്റെ അതിമനോഹരമായ ചാരുഹാസം പൊഴിക്കുന്നുണ്ട് ഭഗവാൻ. അങ്ങനെ ചാരുഹാസം പൊഴിച്ചുകൊണ്ട് ആ കുണ്ഡലങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആ പ്രകാശം പരത്തിക്കൊണ്ട് പിന്നെ കിരീടമൊക്കെ ചൂടിയിട്ട് അളകങ്ങളൊക്കെ തിളങ്ങിക്കൊണ്ട് അങ്ങനെ ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. ഇനി ഭഗവാൻ ധരിച്ചിരിക്കുന്ന വനമാല എങ്ങനെയുള്ളതാണ്? അതിലെ ഓരോ പുഷ്പങ്ങളിലും വന്നിരിക്കുന്ന വണ്ടുകള് അതിന്റെ ശബ്ദം കൊണ്ട് വനമാല 9 പുഷ്പങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നില്ലേ? അത് ഭഗവാന്റെ വക്ഷസ്ഥലത്തിൽ അങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. ഭഗവാന്റെ മാറിടത്തിൽ എന്ന് വെച്ചാൽ എന്തൊക്കെയുണ്ട്? വനമാലയുണ്ട്, കൗസ്തുഭമുണ്ട്, ശ്രീവത്സമുണ്ട്. അത് ഭഗവാന് മാത്രമുള്ളതാണ്. ഇതെല്ലാം ഭഗവാന് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ഭഗവാനെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഭഗവാന്റെ വനമാല എല്ലാം അങ്ങനെ തിളങ്ങുന്നുണ്ട്, ആ ഭഗവാന്റെ വക്ഷസ്ഥലത്തിൽ പ്രകാശിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ ഭഗവാനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു, ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സുരത്നാംഗതൈരന്വിതം ബാഹുദണ്ഡൈ, അതായത് ഭഗവാന്റെ കൈകളെ കുറിച്ചാണ്. 4 കൈകൾ കുറിച്ച് പറയുന്നത്. ബലിഷ്ഠമായ 4 കൈകളിലും സുരത്നാങ്കിതൈ, രത്നങ്ങൾ പതിപ്പിച്ച അങ്കിതങ്ങള്, കൈവളകള്, തോൾവളകള് അങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നു. അതിൽ അലങ്കാരമായിട്ട് അങ്ങനെ രത്നങ്ങളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഭഗവാന്റെ കൈകളിലും കൈയുടെ വളകൾ ഇട്ടിട്ടുണ്ട്, രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള വളകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള നീണ്ട ബലിഷ്ഠമായ കൈകൾ. ആ കൈകളുടെ ചതുർഭീസ്തല 4 കൈകളുടെയും അറ്റത്ത് കൈപ്പത്തിയുടെ താഴെയായിട്ട് എന്തുണ്ട്? വളകളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവാന്റെ മനോഹരമായ ഉദരം, ആ ഉദരത്തിൽ ഉദാരമായി അലങ്കരിക്കപ്പെട്ട പീതവസ്ത്രം, ആ മഞ്ഞ നിറത്തിലുള്ള പട്ടുടുത്തിട്ടുണ്ട് ഭഗവാന്റെ പദദ്വന്ദ്വം എങ്ങനെയാണ്? ആ പാദങ്ങൾ ഇളം ചുവപ്പ് നിറത്തിൽ, ആ ഇളം ചുവപ്പ് പത്മത്തിന്റെ താമരയുടെ മനോഹാരിതയൊക്കെ ഇല്ലാതാകുന്ന രൂപത്തിലാണ്. ആ താമരയുടെ ഒന്നുമല്ല ഭഗവാന്റെ പാദത്തില്, അതൊക്കെ ഒന്നുമല്ല എന്ന് ഭഗവാനെ നമ്മളെ ഓർമ്മിപ്പിക്കും. ആ പാദങ്ങൾ കണ്ടു കഴിഞ്ഞാലും നമ്മൾ എല്ലാവരും ആ പാദങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പത്മങ്ങളൊന്നും ഒന്നുമല്ല, അത്രയും സുന്ദരമായ പാദപത്മങ്ങളൊക്കെ ചേർന്നിട്ട് ഉള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് ജസ്റ്റ് വർണ്ണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഭഗവാൻ ഇരിക്കുന്നത്, ഭഗവാന്റെ ഇത്രയും സുന്ദരമായ രീതികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തിൽ തന്റെ അമ്മയ്ക്ക് വർണ്ണിച്ചു കൊടുത്തിട്ട് ഈ രൂപത്തെ സദാ മനസ്സിൽ ഭവിക്കുന്നു ഒരു ഭക്തന് നിഷ്പ്രയാസം ഈ സംസാര എപ്പോഴും ഈ ഒരു രൂപത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്ന ഒരു ഭഗവാന്, ഈ ധ്യാനിക്കുന്ന ഒരു ഭക്തന് ഈ സംസാര സാഗരത്തെ കടക്കുവാൻ സാധിക്കും എന്ന് പറയുകയാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതും. എന്റെ അമ്മയെ അവസാന നിമിഷത്തേക്കെങ്കിലും മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ ചേർത്ത് വെക്കുക, അങ്ങനെ ശരീരം വിടാൻ പോകുന്ന ആ അമ്മയെ സഹായിക്കുക, അങ്ങനെയുള്ള ഭഗവാനെ. അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കേണ്ടതെന്ന് ഇവിടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. 8ാമത്തെ സ്വഭക്തേഷു സന്ദർശിതാകാരമേവം സ്വഭക്തേഷു, ഇങ്ങനെ ഭഗവാനെ കാണാൻ യോഗ്യത നേടുന്ന സ്വഭക്തേഷു, ഭക്തരിൽ അവർക്ക് കാണാനായിട്ട് ഭഗവാൻ പ്രത്യക്ഷ രൂപത്തിൽ വരുമ്പോൾ ഈ ആകാരത്തിലാണ് പ്രത്യക്ഷപ്പെടുക. ഇതുപോലെ ഞാൻ ഇപ്പൊ വർണ്ണിച്ചതുപോലെ സുന്ദരനായിട്ട് ഇങ്ങനെയുള്ള ഈ രൂപത്തെ ആരാണോ, ഏതൊരുവനാണോ എല്ലായ്പ്പോഴും മനസ്സിൽ
ഈ രൂപത്തെ ചിന്തിക്കാൻ സാധിക്കുക ആ ഒരു നരന് തന്റെ ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങുന്നതാണ്. അതായത് വിരുദ്ധ ഇന്ദ്രിയാശ്ച. ആ ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ അവർക്ക് സാധിക്കുന്നു. ഇങ്ങനെ ഏകാഗ്രമാകുമ്പോൾ ദുരാപം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് പറ്റും? കടക്കാൻ പറ്റും. ഏത് ബുദ്ധിമുട്ടുകളെയും നമുക്ക് കടന്ന് സംസാര സാഗരം കടന്നു പോകാൻ പറ്റും. വ്യാധി എന്ന് വെച്ചാൽ കടക്കാൻ സാധിക്കുന്നു. ആ ഇങ്ങനെ ഏതൊരു പദമാണോ ഓരോ മനുഷ്യനും ലക്ഷ്യമാക്കുന്നത് പരേഭ്യോ, അത്രയും പരമമായിട്ടുള്ള ആ പരമാത്മാവ് തന്നെയാണ്, ആ ഭഗവാന് തന്നെ ആയിക്കൊണ്ട് ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും ഇങ്ങനെ ഈ ഭഗവാൻ തന്റെ ഇടത്തും വലത്തും ആയിക്കൊണ്ടിരിക്കുന്ന തന്റെ ഭാര്യമാരെ കുറിച്ചും അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ഓർക്കുന്നു എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തില്. ശ്രീയാശാദ കുംഭദ്യുതി സ്നിഗ്ധ കാന്താദള ശ്യാമളാംഗ്യ. അപ്പൊ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അമ്മയുടെ ആ ഇന്ദ്രിയങ്ങളെയെല്ലാം, ആ ഇന്ദ്രിയങ്ങൾ മരണസമയത്തുള്ള ആ ഇന്ദ്രിയങ്ങളുടെ ഒരു വൈബ്രേഷനെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് അമ്മ ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. അതായത് അങ്ങനെ പിന്നെ അടുത്തതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തന്റെ ശാതകുംഭം സ്വർണത്തിന്റെ ദിവിയോടുകൂടി പ്രകാശിക്കുന്ന ആരാണ്? മഹാലക്ഷ്മി ഒരു വശത്തിരിക്കുന്നു. കറുകപ്പുല്ലിന്റെ ശ്യാമള വർണ്ണത്തോടു കൂടിയായ കറുപ്പാണോ അതോ പച്ചയാണോ എന്ന് പറയാൻ പറ്റാത്ത ധരണ്യ ഭൂമി ദേവിയും ഒരു വശത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള രണ്ട് ഭാര്യമാരോടുകൂടി അങ്ങനെ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഈ ത്രിലോകത്തിനും ഗ്രഹസ്ഥനായിരിക്കുന്ന വിഷ്ണു നമസ്തേ, അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി 10ാമത്തെ ശ്ലോകം മുതൽ പറയുന്നത് ഈ മരണവെപ്രാളം കൊണ്ടുന്ന ഓരോ മനുഷ്യനും മനസ്സിലുണ്ടാകുന്ന വേദന എന്തായിരിക്കും ഇല്ലേ? നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എന്താണ് എന്നുള്ളത് ആർക്കും ഇതുവരെ പറഞ്ഞു തരാനും പറ്റിയിട്ടില്ല. അങ്ങനെ എങ്ങനെ വേദന എങ്ങനെയാണ് എന്ന് പറയുകയാണ് അടുത്ത 10ാമത്തെ ശ്ലോകത്തില്. 10 തൊട്ട് ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം ഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ ആ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. ഇവിടെ പറയുന്നത് മരണസമയത്ത് ഓരോ മനുഷ്യനും അറിയാതെ ചിന്തിച്ചു പോകുന്നതാണ്. ചിന്തിച്ചു പോകുന്നതാണ്, ഞാൻ എൻ്റെ ശരീരം വിടുകയാണല്ലോ, കളത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടുപോവുകയാണ്. നമ്മൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ടുപോകുന്നു, നമ്മുടെ മക്കളെ വിട്ടുപോകുന്നു, ബന്ധുക്കളെ വിട്ടുപോകുന്നു, വയസ്സ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാര്, ധനം, ഇത്രയും ഞാൻ സമ്പാദിച്ചു കൂട്ടിയിട്ടിരിക്കുന്ന ഈ ധനങ്ങള്, ആത്മഭൃത്യം, എനിക്ക് ഒരു യജമാനന്റെ പദവി തന്ന എൻ്റെ ഭൃത്യന്മാര്, ഈ ഭൂമിയെ തന്നെ ഞാനിതാ സമസ്തം വിട്ട് പരിത്യജ്യ, എല്ലാം എന്നെ വിടുകയാണല്ലോ. എന്ത് കഷ്ടം. ഗമിഷ്യാമി, ഇത്രയും നാൾ ഞാൻ ഈ ഭൂമിയിൽ ഇവർക്കൊപ്പമായിരുന്നു, ഞാനിതാ ഒറ്റയ്ക്ക് പോകാൻ പോവുകയാണ്. ദുഃഖേന, ഇങ്ങനെയുള്ള ഈ ദുഃഖത്താൽ, ദൂരം കിലാഹം, ഞാൻ ദൂരത്തേക്ക് പോവുകയാണല്ലോ എന്ന് ഓരോ ജീവനും അവസാന നിമിഷം ഉള്ളിൽ അങ്ങനെ ഓർത്തോർത്ത് കരയും അല്ലെ? ആ ഒരു ഓരോരോ നമ്മുടെ ഓരോ ജീവിതത്തിന്റെ അവസാനം എത്തുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുക. അപ്പൊ ആ സമയം എത്തുമ്പോഴത്തേക്ക് ഞാനെല്ലാം വിട്ടുപോവുകയാണ്, എനിക്കിനി ഒന്നുമില്ല, എനിക്ക് ആരുമില്ല, ഞാൻ എത്രയും നാളും ഇവരുടെ കൂടെയൊക്കെ കഴിഞ്ഞു, എന്നിട്ട് ഇവരാരും എനിക്കില്ലല്ലോ കൂടെ, ഞാൻ എല്ലാം ഇട്ടിട്ട് പോകണമല്ലോ എന്നുള്ള ഒരു വിഷമം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അങ്ങനെ കിടന്ന് ഇറങ്ങും. അതാണ് 10ാമത്തെ ശ്ലോകത്തില്. 11 പറയുന്നത് ജരേയം ജീവതോ മേ മൃജാമസ്തി രക്തം ച മാംസം ബലം ച അഹോ ദേവസീദാമി ദീനാനുകമ്പിൻ അഹോ മധ്യാഭിഹന്തം തയോരാഭിതവ്യം ജരാ. അതായത് ഈ ശരീരത്തെ മുഴുവൻ തളർത്തിക്കളയുന്ന ഈ ജര, പിശാചീവ, ഒരു രാക്ഷസി എന്ന പോലെ ബലമായി എന്നെ ആക്രമിക്കുന്നത് പോലെ തോന്നുന്നു. എന്റെ ഈ ശരീരത്തെ ഒരു പിശാച് വന്ന് കൊണ്ടുപോകുന്നത് പോലെ ഈ ജലം മുഴുവൻ എന്റെ ശരീരത്തെ തളർത്തിക്കളയുന്നു. ആ ജീവത,
എന്റെ ജീവിതമാകുന്ന എന്റെ ത്വക്ക്, അസ്ഥി, രക്തം, ബലം എല്ലാം അല്ലയോ ദേവ സീതാമി തളർന്നു പോകുന്നുവല്ലോ. അല്ലയോ ഭഗവാനെ, ഞാൻ തളർന്നു പോകുന്നു. എന്റെ ഈ ശരീരം അല്ലെങ്കിൽ ശക്തി കൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാനാകുന്നില്ല. അതുകൊണ്ട് ദീനാനുകമ്പിൻ ഭഗവാനെ, കാരുണ്യവാരിതേ, അഭി, ഈ അവസ്ഥയിൽ, മരണത്തോട് മല്ലടിക്കുന്ന ഈ അവസ്ഥയിൽ, അന്ത കഷ്ടം, എന്നെ ഉപേക്ഷിച്ചു. ത്വയാ ത്വയാ ദവ്യം, അങ്ങ് എന്നെ ശ്രദ്ധിക്കാതെ വിടുകയാണോ? അപ്പൊ ഞാൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടന്ന് ഉഴലുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ശരീരം കൊണ്ടോ, എന്റെ കൈകൾ കൊണ്ടോ, എന്റെ ബലം കൊണ്ടോ, എന്റെ ശക്തി കൊണ്ടോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഭഗവാനെ, ഈ ഒരു അവസ്ഥയിൽ എന്ത് കഷ്ടമാണ്. അങ്ങ് എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ? അങ്ങ് എന്നെ ശ്രദ്ധിക്കാതെ പോവുകയാണോ? ഞാൻ ഈ മരണവെപ്രാളത്തിൽ എന്റെ ശരീരം തളരുന്നത് അങ്ങ് അറിയുന്നില്ലേ? എന്നിങ്ങനെയുള്ള ഒരു ജീവൻ ഇങ്ങനെ കിടന്ന് കേഴുന്ന ഈ സമയത്ത്, ആ മരണാവസ്ഥയിൽ ഓരോ ജീവന്റെയും മരണവെപ്രാളത്തെ കുറിച്ച് പറയുകയാണ് ഇതിൽ. അത് ആലോചിച്ച് എനിക്ക് പേടിയാവുന്നു, ഭഗവാനെ, എന്നെ വിട്ടിട്ട് പോകരുതേ എന്നുള്ള ഒരു വിലാപമാണ് ഈ ശ്ലോകത്തില്. അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മള് ഭഗവാനെ എന്നെ വിട്ടിട്ട് പോകല്ലേ എന്ന് നമ്മള് നല്ലൊരു അങ്ങനെ നമ്മൾ വിലപിച്ചുകൊണ്ടേയിരിക്കും. ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 11-ാമത്തെ പിശാചുക്കൾ വന്ന് നമ്മളെ പിടിക്കുന്നത് പോലെ ഒക്കെ നമ്മൾ തോന്നും. അങ്ങനെ ഒത്തിരി ഭീകരാവസ്ഥയിൽ ഭഗവാനെ എന്നെ വിട്ട് പോകരുതേ എന്നാണ് 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 12-ൽ പറയുന്നത്, തപവ്യാഹതോഷ്ണോൽബണശ്വാസവേഗ വ്യഥാസ്ഫുരത് സർവമർമാസ്തി ബന്ധാം വിചിന്യാം അഹന്യാം അസഹ്യാമവസ്ഥാം വിഭേവി പ്രഭോ കിം കരോമി പ്രസീദ. 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അവസാന നിമിഷങ്ങളിൽ തപം കൊണ്ട് വ്യാഹതം തടയപ്പെട്ട് അങ്ങനെ അങ്ങനെ ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആ സമയത്ത് പരമാവധി ശക്തിയോടുകൂടി നമ്മൾ ശ്വാസങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ശക്തിയോടുകൂടി ശ്വാസം വലിച്ചെടുക്കാൻ നമുക്ക് അപ്പോഴും തോന്നും. അങ്ങനെ ചൂടുള്ള ആ വായു ശ്വാസമാണ് അപ്പൊ ആ സമയങ്ങളിൽ വരിക. കാര്യം നമ്മൾ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ആ ശ്വാസം ആ സമയങ്ങളിൽ എടുക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ആ ശ്വാസോച്ഛം നടത്താനുള്ള ശ്രമത്തിനിടയിൽ നമ്മുടെ മർമ്മ അസ്ഥിബന്ധങ്ങളും എല്ലാ അസ്ഥികളും പൊട്ടുന്ന വേദന, അങ്ങനെയുള്ള ഈ അസഹ്യമായ അവസ്ഥയിൽ അച്യുത അവസ്ഥയെ ചിന്തിച്ചിട്ട് ഭഗവാനെ, ഞാൻ പേടിക്കുന്നു. ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടാകണം. ആ മരണസമയത്ത് എന്നെ എത്രയും പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്നും കരകയറ്റി ഭഗവാനിലേക്ക് എന്നിൽ പ്രസാദിപ്പിക്കണം. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ വേണം ഓരോ ഭക്തനും പ്രാർത്ഥിക്കാൻ. ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ അത്രയും കിടന്ന് വിഷമിക്കുന്ന ആ സമയത്ത് ഭഗവാനെ, എന്റെ അസ്ഥികളെല്ലാം തകരുകയാണ്, എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയെ ചിന്തിച്ചിട്ട് ഭഗവാനെ, എനിക്ക് അത്രയ്ക്കും വിഷമമാകുന്നു, സങ്കടമാകുന്നു. എനിക്ക് വിഷമമല്ല, എനിക്ക് പേടിയാവുന്നു എന്നാണ് ഈ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നിരിക്കുന്നത്. ഇങ്ങനെ വേണ്ടിയായിരിക്കണം ഓരോ ഭക്തനും പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ആചാര്യർ പറയുന്നത്. ഈ അവസാന നിമിഷങ്ങളിൽ ഓരോ ഭക്തനും ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് 13-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 13 ലപൻ നച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു മുരാരേ ഹരേ നാഥ നാരായണീതി യഥാനുസ്തുരിഷ്യാമി ഭക്ത്യാ ഭവന്തം തഥാ മേ ദയാശീല പ്രസീദ. അങ്ങനെ ബുദ്ധിമുട്ടുന്ന, അങ്ങനെ പേടിച്ച് നിലവിളിക്കുന്ന ആ സമയത്ത് ഞാൻ എന്നും ഭഗവാനെ വിളിക്കാറുണ്ട്. പക്ഷെ ഈ അവസാന നിമിഷം എങ്ങനെയൊക്കെ ആയാലും ആ വിളി ഒരു കരച്ചിലിന്റെ ഭാവത്തിലായിരിക്കും. നമുക്ക് ഒരു സമാധാനമായിട്ടിരുന്ന് ഒരിക്കലും അവസാന നിമിഷത്തിൽ ഭഗവാനെ വിളിക്കാനായിട്ട് സാധിക്കുകയില്ല. ലപൻ, അതാണ് അച്യുത, ഗോവിന്ദ, വിഷ്ണു, മുരാരേ, ഹരേ, നാരായണ, അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെ, സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമുക്ക് വിളിച്ച് വിലപിക്കാൻ മാത്രമേ നമുക്ക് ആ സമയത്ത് കഴിയുള്ളൂ. ഭക്തിയോടുകൂടി ഭവന്തം, അങ്ങനെ സ്മരിക്കാൻ എന്നെ കൊണ്ട് ആവുന്നതും ഞാൻ ശ്രമിക്കും. അപ്പോൾ തഥാമേ ദയാശീല, അപ്പോൾ അങ്ങനെ ഞാൻ വിളിക്കുന്ന സമയത്ത് ദയാശീലനായ ദേവ,
എന്നിൽ പ്രസാദിച്ച് മരണകാലത്തെ കുറിച്ച് എത്രയും പെട്ടെന്ന് എന്നെ അങ്ങയിലേക്ക് ചേർക്കണമേ എന്ന് അമ്മയോട് പറയാണ് ശങ്കരാചാര്യർ. അമ്മ ഇങ്ങനെ ജപിക്കൂ ജപിക്കൂ, ഭഗവാനെ ഇങ്ങനെ വിളിക്കൂ, ഇങ്ങനെ ഉച്ചത്തിൽ വിളിക്കൂ, പിന്നെ അച്യുത ഗോവിന്ദ വിഷ്ണു മുരാരേ ഹരേ നാരായണ എന്നിങ്ങനെ വിളിക്കൂ വിളിക്കൂ എന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. പിന്നെ 14ാമത്തെ ശ്ലോകത്തിൽ കൃപാലോ ഹരേ കേശവ ശേഷഹേതോ ജഗന്നാഥ നാരായണാനന്ദ വിഷ്ണു നമസ്തുഭ്യം ഇത്യാലപന്തം മുദാമാം കുരു ശ്രീപതേ ത്വൽപദാംബോ ജപം. ഇത് തന്നെയാണ് അവസാന നിമിഷം. കൃപാലോ ഭഗവാനെ ഹരേ കേശവ ശേഷഹേതോ ജഗന്നാഥ നാരായണ ആനന്ദ വിഷ്ണു എന്നിങ്ങനെ ഇങ്ങനെ ജപിച്ചുകൊണ്ട് അതൊരു നിലവിളിയായി പോകും. അങ്ങനെ ആയാലും ഭഗവാനെ എന്ന് കരഞ്ഞുകൊണ്ട് നമസ്തുഭ്യം അങ്ങക്കായിക്കൊണ്ട് നമസ്കരിക്കണേ എന്ന് മുതാ സന്തോഷത്തോടെ ഏറ്റെടുക്കണേ ഭഗവാനെ എന്നെ, അല്ലയോ ശ്രീ ഗുരുപതേ പദാംബോരുഹ ഭക്തം അങ്ങയുടെ പാതാരവിന്ദത്തിലേക്ക് എന്റെ ജീവനെ ചേർത്ത് വെക്കണമേ എന്ന് ഭഗവാനോട് കരഞ്ഞ് വിലപിച്ച് കൊണ്ട് ഇരിക്കുന്ന അങ്ങനെ ഭഗവാനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടെ എന്നെ അങ്ങ് ഏറ്റെടുക്കൂ, മരണവെപ്രാളത്തിന്റെ ആ ദൈർഘ്യം കുറച്ച് ഭഗവാന്റെ പാദങ്ങളിൽ എന്നെ ചേർക്കൂ എന്നാണ് 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഭഗവാനെ ഇങ്ങനെ വിളിച്ചാൽ ആ പാദങ്ങളിൽ തന്നെ എത്തിക്കണേ. ഇങ്ങനെ അമ്മയ്ക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭയത്തിൽ നിന്നും അഭയത്തിലേക്ക് എത്തിക്കുകയാണ് വിഷ്ണു ഭുജങ്ക. നമ്മുടെ ആ പേടി, നമുക്ക് മരണത്തിനോടുള്ള ആ പേടി, ആ ഭയത്തിൽ നിന്നും അഭയത്തിലേക്ക്, ഭഗവാന്റെ അഭയം, ഭഗവാനിൽ അഭയം പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എത്തിക്കുകയാണ് ഈ വിഷ്ണു ഭുജങ്ക പ്രയാതം. പിന്നീട് 15ാമത്തെ അധ്യായത്തിൽ പറയുന്നു ഭഗവാനെ വിഷ്ണു നമസ്കാരം. നമോ വിഷ്ണുവേ വാസുദേവായ തുഭ്യം, നമോ നാരസിംഹായ ശേഷായ തുഭ്യം, നമോ കാലരൂപായ സംഹാരകർത്രേ, നമസ്തേ വരാഹായ ഭൂയോ നമസ്തേ. ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാനെ വിഷ്ണു നമസ്കാരം. വാസുദേവ ഈ ജഗത്തിന് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. നാരസിംഹ രൂപനായ അങ്ങയ്ക്ക് നമസ്കാരം. വരാഹ രൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. വീണ്ടും വീണ്ടും ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഭഗവാനെ ഞാൻ ഭഗവാനെ നമസ്കരിച്ച് മനസ്സിനെ അടക്കി കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ മരണസമയത്ത് ആ വെപ്രാളങ്ങളെല്ലാം പിന്നെ അടക്കി, മനസ്സിനെ അടക്കി, എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ചിന്ത ആ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പം ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഇനി ഭഗവാനെ വിളിച്ച് ആ മനസ്സ് അടങ്ങി ഇങ്ങനെ മനസ്സിനെ അടക്കി കൊണ്ടുവരികയാണ്. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ, സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. എന്നിട്ട് ഭഗവാനോട് പറയാണ്, ഇനി ഒരു പക്ഷേ എനിക്ക് അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ പോലും ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് എന്നെ ഏറ്റെടുക്കണേ ഭഗവാനെ. അപ്പോൾ അത്രയും പാപം കുറഞ്ഞു കിട്ടുമല്ലോ, ഇല്ലേ? അതുകൊണ്ട് അവസാനമായി സമസ്ത അപരാധം, എന്റെ എല്ലാ അപരാധങ്ങളും ഞാൻ നിങ്ങളുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. എന്നെ ക്ഷമിച്ചുകൊണ്ട് അങ്ങയിലേക്ക് എന്നെ എടുക്കണമേ. അങ്ങനെ പ്രപന്നാർത്തിഹാര്യം, അങ്ങയെ ശരണം പ്രാപിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും ആർത്തിയെ അല്ലെങ്കിൽ ദുഃഖത്തെ ശമിപ്പിക്കുന്ന ഭഗവാനെ, എന്റെ എല്ലാ അപരാധങ്ങളും ഒന്ന് ക്ഷമിച്ച് എന്നെ ഭഗവാൻ ഏറ്റെടുക്കണേ, എന്നെ അങ്ങയുടെ ധാമത്തിലേക്ക് വിളിക്കണേ എന്നാണ് പറയുന്നത്. അതിനുശേഷം 16 മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഭാസം ഹരേ ചാരുചക്രം സുരേശാഭിവന്ദ്യം ഭുജംഗേശയാനം ഭജേ പത്മനാഭം ഹരേരന്യദൈവം നമന്യേ നമന്യേ നമന്യേ.
അപ്പോൾ പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാന്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം. ശരിക്കും ഭഗവാനെ ശങ്കരാചാര്യർക്ക് അറിയാം, കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ മുഖത്ത് ആ സന്തോഷം, പുഞ്ചിരി വിടരുന്നു. ആ പുഞ്ചിരി വിടരുമ്പോഴത്തേക്കും ആചാര്യർക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ ഭഗവാനെ കാണുന്നുണ്ട്. ഭഗവാന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നത് കൊണ്ടാണ് അമ്മയുടെ മുഖത്തും ആ പുഞ്ചിരി വിടരുന്നത്. അപ്പൊ ഭഗവാന്റെ മുഖത്ത് എപ്പോഴും ഒരു മന്ദഹാസമാണ്. ഭഗവാന്റെ നഖത്തിൽ എന്താണ്? ചന്ദ്രന്റെ പ്രകാശമാണ്, നിലാവാണ്. അപ്പൊ അതുപോലെ അമ്മയുടെ കൈകളിലും ആ ഒരു പ്രകാശം പരക്കുന്നത് പോലെ തോന്നി. അത് അമ്മയെ കണ്ടുകൊണ്ട് തന്നെ ആചാര്യർക്ക് മനസ്സിലാവുകയാണ് ഭഗവാന്റെ മുഖത്തെ ഭാവങ്ങൾ. ഭഗവാന്റെ മുഖം എപ്പോഴും മന്ദഹാസമാണ്. ഭഗവാന്റെ നഖത്തിൽ ചന്ദ്രഹാസമാണ്, ചന്ദ്രന്റെ പ്രകാശമാണ്, നിലാവാണ്. ഭഗവാന്റെ കരത്തിൽ സുദർശന ചക്രമാണ്. സുരേശാഭിവന്ദ്യം, എല്ലാ ദേവന്മാരാലും വന്ദിക്കപ്പെടുന്ന ഭഗവാനാണ്. ഭുജംഗേശയാനം, അതായത് അനന്തശായിയായിരിക്കുന്ന ഭഗവാനാണ്. പത്മനാഭം, ആ പത്മനാഭനെ ഞാൻ ഭജിക്കുന്നു എന്നാണ്. അനന്തന്റെ ശായി ആയിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഭജിക്കുന്നു. ഇവിടെ ഓരോ ദൈവത്തിനെ സ്തുതിക്കുമ്പോഴും ആ ദേവത തന്നെയാണ് പരമാത്മ പറഞ്ഞത്. ഇവിടെ പിന്നെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹരിയിൽ നിന്നും അന്യനായിട്ട് ഒരു ദൈവത്തെ ഞാൻ അറിയുന്നില്ല. അപ്പോൾ അമ്മയുടെ ആത്മാവിലും ഭഗവാൻ മാത്രം അറിഞ്ഞ് ആ ഭഗവാൻ, ഹരിയല്ലാതെ ഒരു ദൈവമില്ല, ഹരിയെ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ഹരേരന്യ ദൈവം, വേറെ ഒരു ദൈവമില്ല, ഹരി മാത്രമാണ്, ഹരി മാത്രമാണ്, ഹരി മാത്രം എന്നങ്ങനെ പറഞ്ഞ് ആ അമ്മയുടെ മനസ്സിൽ ആ ഹരിയുടെ ചിത്രം, ഭഗവാന്റെ ചിത്രം അങ്ങനെ പതിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹരി മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ലോകത്തിൽ എന്നുള്ള രീതിയിൽ ആ അമ്മയ്ക്ക് ആ ഭഗവാന്റെ ആ ഒരു രൂപം അങ്ങനെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ വിഷ്ണു ദിവസം അങ്ങനെ ഭഗവാന്റെ ആ ഒരു ചിത്രം അങ്ങനെ അമ്മയുടെ മനസ്സിലേക്ക് കൊടുത്തിട്ട് അമ്മയെ ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിഷ്ണു ഭക്തർ എപ്പോഴും ആ വിഷ്ണു ഭക്തിയിൽ ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹരി മാത്രമാണ് എൻ്റെ ജീവിതം എന്നുള്ളത് ഇതില് അവസാനമായിട്ട് പറഞ്ഞു നിർത്തുന്നത്. അതുപോലെ പിന്നെ 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭുജംഗ പ്രയാഗത്തിന്റെ ആ ഒരു നമ്മുടെ അതിന്റെ ഫലശ്രുതി. ഭുജംഗ പ്രയാഗം പടേ വസ്തു ഭക്ത്യ സമാധായ ചിത്തേ ഭവന്തം മുരാരേ സമോഹം വിഹായ സുയുഷ്ടപ്രസാദ സമാശിത്യ യോഗം അജത്തച്യുതം ത്വം. അതായത് ഭുജംഗപ്രയാഗ വൃത്തത്തിലുള്ള ഈ സ്തോത്രം ഏതൊരു ഭക്തനാണോ ഭക്തിയോടുകൂടി ഭഗവാനിൽ മനസ്സിരുത്തി അർപ്പിച്ചുകൊണ്ട് ചൊല്ലുന്നത് അവനെ ഭ്രമിപ്പിക്കുന്ന മായയിൽ നിന്നും രക്ഷപ്പെടുന്നു. അല്ലെ, ഭഗവാനെ എങ്ങനെയാണോ വിഷ്ണു ഭുജംഗ ഭഗവാന്റെ ഈ മായയിൽ നിന്നും രക്ഷപ്പെട്ടു അച്യുതം ഒരിക്കലും ച്യുതിയില്ലാത്ത മോക്ഷപ്രദനായ അങ്ങയിലേക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഈ അവസാനം ഇതിന്റെ ഫലശ്രുതിയിൽ പറയുന്നത്. ഈ യോഗാവസ്ഥയിലേക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാം എന്ന അവസ്ഥയിലേക്ക് പ്രാപിക്കും എന്നാണ് പറയുന്നത്. ഭഗവാനിലേക്ക് ചെന്നു ചേരും എന്നാണ് ഈ ഫലശ്രുതിയിൽ പറയുന്നത്. അപ്പൊ ഈ 18 ശ്ലോകങ്ങളേ ഉള്ളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൻ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. കാന്താപാങ്കാവലോകാൽ കഴലിന പണിയും ജന്തുവൃന്ദത്തിനുണ്ടാമെന്താപത്തും തടുത്തിട്ടനുഭവ സഹിതം നൽകുമെഞ്ചിൽ സ്വരൂപ സന്താപം തീർന്നു മേന്മേൽ കുശലമണയുവാൻ സിന്ധുജാജാതനാം കാന്തല്ലൂരാദിനാഥ
തവ പദകമലം സന്തതം കുന്തിടുന്നേ. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഹരേ കൃഷ്ണ.